നമസ്കാരം. റിപ്പോർട്ടർ ചാനൽ അഥവാ മരംമുറി ചാനൽ അവന്മാരുടെ തനിക്കോണം കാണിച്ചു തുടങ്ങി എന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലായി. 9 മണിക്ക് ഇതാ ഞങ്ങൾ പിടിച്ചു കുലുക്കുന്ന വാർത്ത പുറത്തുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൊട്ട അരുൺകുമാർ ചാനലിൽ നിന്ന് ഇറങ്ങി കണ്ടം വഴി മുണ്ടും തുണിയില്ലാതെ ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. കാരണം മരംമുറി മുതലാളിയെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള വാർത്തയാണ് അവന്മാർ പുറത്തുവിടുന്നതെന്ന് 9 മണിക്ക് പുറത്തുവിടേണ്ട വാർത്ത മണത്തറിഞ്ഞ് ഏഷ്യാനെറ്റ് രാവിലെ 7 8 മണിക്ക് തന്നെ അതങ്ങ് പുറത്തുവിട്ടു. ഏഷ്യാനെറ്റ് ആ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ 8 മണിയായപ്പം ഈ വാർത്ത പുറത്തുവിടാനിരുന്ന ജേർണലിസ്റ്റ് ആയിട്ടുള്ള TV പ്രസാദ് ഞങ്ങൾ ഈ വാർത്ത നേരത്തെ പുറത്തുവിടുന്നു, ഇത് പുറത്തുവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ മാധ്യമധർമ്മമാണ് TV പ്രസാദ് എന്ന് പറഞ്ഞ് ആ സമയം ഇതങ്ങ് പുറത്തുവിട്ടു. മാധ്യമധർമ്മം മാങ്ങാത്തൊലി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കുലുക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പിടിച്ചു കുലുക്കുന്ന വാർത്ത? ഈ പിടിച്ചു കുലുക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജിത് ദാസ് IPS, ഈ സുജിത് ദാസ് IPSും DYSP ബെന്നിയും CI വിനോദും കൂടെ ഒരു സ്ത്രീയെ മലപ്പുറത്ത് പരാതി പറയാൻ വന്ന ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗം ചെയ്ത ഈ സ്ത്രീ ഇതാരോടും പറഞ്ഞില്ല. ഈ പരാതി മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയപ്പോൾ മുഖ്യമന്ത്രി പൂഴ്ത്തി വെച്ചു എന്നു. അങ്ങനെയായിരുന്നു ഈ വാർത്ത എന്ന് പറയുന്നത്. പിടിച്ചു കുലുക്കുന്ന വാർത്ത തന്നെയാണ്, അമ്മയാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ 7 മണിയായപ്പോഴേ ഏഷ്യാനെറ്റ് ഈ വാർത്തയുടെ പരാതി, അതായത് പരാതിക്കാരിയുടെ പരാതി തപ്പിയെടുത്ത് ആ പരാതിമേൽ അന്വേഷണം നടത്തി ആ പരാതി വ്യാജമാണ് എന്ന് കണ്ടെത്തി. ഞാൻ പറഞ്ഞില്ലേ, ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ ഈ നാട് മുടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എത്തിക്കലായിട്ടുള്ള ജേർണലിസം അല്ല അവന്മാർ നടത്തുന്നത് എന്നുള്ളതിന് 100% ഉദാഹരണമാണ്. ഇതൊരുമാതിരി പൂച്ചക്കുട്ടി ജേർണലിസം. നമ്മളെ മംഗളം അറിയാമല്ലോ, മംഗളം എന്ന് പറയുന്ന ചാനലിന്റെ ഇതുപോലെ പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്തയായിട്ടാണ് മംഗളം എന്ന് പറയുന്ന ചാനൽ വന്നത്. ആ മംഗളം എന്ന് പറയുന്ന ചാനലിന്റെ ആ കാർഡിൽ അടിച്ചു വെച്ചിരുന്നത് നാളെ രാവിലെ മംഗളം മിഴി തുറക്കും, കേരളം നടുങ്ങി നിൽക്കുമെന്നാണ്. അവസാനം അജന്താലെ അജിത് കുമാർ മുണ്ടും തുണിയില്ലാതെ നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കാണേണ്ടി വന്നത്. അതായത് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി ഒരു മന്ത്രിയെ കുടുക്കിയിട്ട് ആ മന്ത്രിയെ വെച്ച് ഇവന്മാർ വാർത്ത ചെയ്ത് ആ മന്ത്രിയെ അവന്മാർ രാജിവെപ്പിച്ചു. എന്നിട്ട് ഇവന്മാർ ഒരു വിധത്തിൽ കേൾക്കൂല. ഇവന്മാർ പറയുന്നത് ഇല്ല, മന്ത്രി സംസാരിച്ചു തന്നെയാണ്, മന്ത്രി സെക്ഷുവലായിട്ട് ടോക്ക് നടത്തി എന്നാണ് ഈ അജന്താലയം മഞ്ഞ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം അവസാനം അജന്താലയം ചാനലിൽ വന്നിട്ട് മാപ്പ് പറയേണ്ട അവസ്ഥ വന്നു. ഈ റിപ്പോർട്ടർ ചാനൽ മുട്ടിൽ മരമുറി ടീം ഏറ്റെടുത്തപ്പോഴേ പല ആൾക്കാരും പറഞ്ഞു യൗമാര് വെളുപ്പിക്കാനാണെന്ന്. ഈ മുട്ടിൽ മരമുറി എന്ന് പറയുന്ന കേസ് ചരിത്രത്തിൽ ആദ്യമായി മരത്തിന്റെ DNA ഒക്കെ എടുത്ത് പരിശോധിച്ച് അന്വേഷണം നടത്തിയ കേസാണെന്നാണ് ബെന്നി എന്ന് പറയുന്ന ആ DYSP പറയുന്നത്. ബെന്നി എന്ന് പറയുന്ന ആ DYSP മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചതിന്റെ വൈരാഗ്യം തീർക്കാൻ, അല്ലെങ്കിൽ അയാൾ ഒരു മോശക്കാരനാണെന്ന് വരുത്തി തീർത്ത് ഈ മുട്ടിൽ മരമുറിയെ വിധിയെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ വിചാരണയെ സ്വാധീനിക്കാനുള്ള ഒരു ഗൂഢശ്രമമായിരുന്നു ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന പറട്ട ചാനൽ നടത്തിയത് എന്നാണ് കഴിഞ്ഞ ദിവസം 24 ന്യൂസ് അടക്കം വാർത്ത അടിച്ചത്. 24 പിന്നെ സന്തോഷമാണല്ലോ, കാരണം വേറൊന്നുമില്ല, 24 തലപ്പത്തിരുന്ന അനിൽ ഐരൂർ. 24 നമ്മൾ വിചാരിക്കും ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന വലിയ മനുഷ്യനാണ് ഈ 24 അടി മുതൽ മുടി വരെയുള്ള മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. 24 CEO എന്ന് പറയുന്നത് അനിൽ ഐരൂർ എന്ന് പറയുന്ന ആളാണ്. 24 ഫോണ്ട് മുതൽ അവന്മാരെ താഴെ കാണൂലേ മഞ്ഞ കളർ, ആ മഞ്ഞ പച്ച നീല ഈ കളർ മുതൽ 24 ഡിസൈൻ എല്ലാം നടത്തി ഇതിനെ മുന്നിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ അനിൽ ഐരൂർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ അനിൽ ഐരൂറിനെ ചാക്കിട്ട് പിടിച്ച് റിപ്പോർട്ടറിൽ കൊണ്ടുപോയപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 24 റിപ്പോർട്ടറും കണ്ടാൽ മനസ്സിലാവുമോ, രണ്ടും ഒരുപോലെ ഇരിക്കും, ഒരു അമ്മ പറ്റ മക്കളെ പോലെ. അത് വേറൊന്നും കൊണ്ടല്ല, അത് ഇതിന്റെ CEO തന്നെയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. അല്ലാതെ അവിടെ അരുൺകുമാർ നിന്ന് വാർത്ത വായിക്കുന്നതുകൊണ്ടല്ല. അരുൺകുമാറിനെ ഇറക്കിക്കളഞ്ഞാലും അനിൽ ഐരൂർ അതിനകത്തുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് വാർത്താ ചാനൽ ഓട്ടിച്ചുകൊണ്ട് പോകാനുള്ള സ്ട്രാറ്റജി അറിയാം. അത് വെച്ച് പുള്ളിക്കാരൻ അത് ഓട്ടിച്ചുകൊണ്ട് പൊക്കോളും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ അങ്ങനെ അനിൽ ഐരൂർ എന്ന് പറയുന്ന ആൾ അവിടെ കൊണ്ടുവന്ന് റിപ്പോർട്ടർ ചാനൽ വളർത്തി 24 ഉണ്ടായിരുന്ന മൊട്ട അരുൺകുമാറിനെ 24 നിന്ന് അരുൺകുമാർ ഇറങ്ങി പുറത്ത് നിൽക്കുകയായിരുന്നു. പുറത്ത് നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നാണ്, അരുൺകുമാർ കള്ളത്തനം പറഞ്ഞ് ലീവ് എടുത്താണ് ഈ ചാനലിൽ വന്ന് ജോലി ചെയ്യുന്നതെന്ന് സർക്കാരിന് റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് പ്രകാരം അരുൺകുമാറിന് ഗതിയില്ലാതെ 24 നിന്ന് രാജിവെച്ച് നേരെ വീട്ടിൽ വന്ന് ചൊറിയും കുത്തി ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് റിപ്പോർട്ടർ വന്ന് സമീപിക്കുന്നത്. കനത്തിലൊരു തുക പോക്കറ്റിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അത് എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത്ര നാളത്തെ ശമ്പളം മുഴുവനും അരുൺകുമാറിന് പോക്കറ്റിലോട്ട് ഇട്ട് കൊടുത്തു. അത് എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഗവൺമെന്റ് ജോലി രാജിവെച്ചിട്ട് ഒരാൾ ഇതിലോട്ട് വരണമെങ്കിൽ എത്ര തുകയായിരിക്കും അഗസ്റ്റിൻ ബ്രദേഴ്സ് കനത്തിലിട്ട് കൊടുത്തത് എന്ന് വെറുതെ ഒന്ന് ഊഹിക്കാമല്ലോ. കോടികളുടെ കിലുക്കമാണ് അവിടെ നടന്നത് എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. അങ്ങനെ അയാളെ മാത്രമല്ല, സുജയ പാർവതി, പിന്നെ സ്മൃതി പരുത്തിക്കുരു, ഇവരെ എല്ലാവരെയും അങ്ങനെയാണ് വിലക്കെടുത്തത്. അങ്ങനെ വിലക്കെടുത്ത് ഈ ചാനൽ കൊണ്ടുവന്ന് ചാനലിൽ കൊണ്ടു നിർത്തി പ്രവർത്തിപ്പിച്ചു.
ചാനൽ കൊണ്ടുവരുത്തി പ്രവർത്തിപ്പിച്ച് ചാനൽ കയറി വന്നപ്പോൾ ഏഷ്യാനെറ്റിനെ ബീറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായപ്പോൾ ഇപ്പോൾ ഇത് വ്യാജ വാർത്തയും പടച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. ടി വി പ്രസാദ് എന്ന് പറയുന്ന നല്ലൊരു മാധ്യമ പ്രവർത്തകൻ, എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമമാണ്. അദ്ദേഹം ഭയങ്കര കിടിലാണ്. ഞാനൊക്കെ ഒരു സമയത്ത് ഒരു റോൾ മോഡലായിട്ട് കണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞാനൊക്കെ ഒരു സമയത്ത് മാധ്യമ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഈ ടി വി പ്രസാദിന്റെ വാർത്ത, നമ്മുടെ തോമസ് ചാണ്ടിയെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം ഏഷ്യാനെറ്റിൽ നിന്ന് കൊടുക്കുകയും തോമസ് ചാണ്ടിയുടെ ആൾക്കാർ ആലപ്പുഴയിൽ ഇദ്ദേഹത്തിന്റെ ബ്യൂറോ ആക്രമിക്കുകയും അങ്ങനെ തോമസ് ചാണ്ടി അവസാനം രാജിവെക്കുകയും കോളിളക്കം സൃഷ്ടിച്ച ഒരുപാട് വാർത്തകൾ കൊണ്ടുവന്ന ഒരു മനുഷ്യനായിരുന്നു ടി വി പ്രസാദ്. ഇദ്ദേഹവും ആ പണത്തിന് മുമ്പിൽ കീഴടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം സത്യം പറഞ്ഞാൽ മനസ്സിൽ തോന്നി. പക്ഷെ പോട്ടെ, എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ നശിച്ച് നാറാണക്കല്ലെടുത്തു. അങ്ങനെ ടി വി പ്രസാദ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ആ വാർത്ത സത്യമാണോ കള്ളമാണോ എന്ന് സ്മെല്ല് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആ കഴിവ് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പണത്തിന് മീതെ പരിന്തും പറക്കില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ വീടൊക്കെ വെച്ചു ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഇടയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു, ഞാൻ തിരുവനന്തപുരത്ത് പുതിയ വീട് വെച്ചു, എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇതുപോലത്തെയൊക്കെ വാർത്തയൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതുപോലത്തെ വാർത്തയൊക്കെ കൊണ്ടുവന്ന് സ്വയം അപഹാസ്യനാകരുത് ടി വി പ്രസാദ് എന്നുള്ളൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോ, സുജയ പാർവതിയാണ് ഈ വാർത്ത അവതരിപ്പിക്കാൻ കയറുന്നത്. അരുൺകുമാറിനെ ആ പരിസരത്ത് കണ്ടില്ല. അല്ലെങ്കിൽ അരുൺകുമാർ അങ്ങനെ തന്നെയാണ്, ഷിരൂരിൽ സ്കോർ ചെയ്യാനായിട്ട് ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഓടും, കരയും, മൂക്ക് പിഴിയും, ഭയങ്കര അഭിനയമാണ്. എന്നാലും അതേ ശിരൂരിലുള്ള പോലത്തെ അതിനെക്കാട്ടിലും കഠിനമായിട്ടുള്ള വയനാട് ദുരന്തം വരുമ്പോൾ സുജയ പാർവതിയെ പറഞ്ഞു വിടും. കാരണം വയനാട് ദുരന്തത്തിൽ എന്തെങ്കിലും ആൾക്കാർ എവിടെയെങ്കിലും ഇവിടെ അത് കിട്ടുന്നില്ല, അവിടെ വെള്ളം കിട്ടുന്നില്ല, ഇവിടെ കഴിക്കാൻ ഭക്ഷണം കിട്ടും എന്തെങ്കിലും പറയേണ്ടി വന്നാലോ, മാധ്യമധർമ്മമാണല്ലോ, പറയേണ്ടി വരുമല്ലോ. ഒരാൾ അവിടെ വിശന്നിരിക്കുന്നുണ്ട്, ഇവിടെ വിശക്കുന്നു, ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള DYFകാരന്മാർ മൊത്തം അവനെടുത്ത് കൈവച്ച് കളയും. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സുജയ പാർവതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ സകല സ്ഥലങ്ങളിലും ബലിയാടാവാൻ പോകുന്ന സുജയ പാർവതിയാണ് കഴിഞ്ഞ ദിവസം ടി വി പ്രസാദ് കൊണ്ടുവന്ന് ഈ വാർത്ത അവതരിപ്പിക്കാൻ ഉമ്മാര് പറഞ്ഞു വിട്ടത്. ഏറ്റവും വലിയൊരു ഗതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ വേറെ ആരും ആ സ്ത്രീയുടെ അടുത്ത് പോയി ബൈറ്റ് എടുക്കാതിരിക്കാനായിട്ട് കാവല് നിന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? അമ്മാതിരിയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം പോകുന്നത്. മാധ്യമ പ്രവർത്തനമാണോ അതോ ഗുണ്ടായുസമാണോ എന്ന് ചില സമയത്ത് തോന്നിപ്പോകും. ഒരു സ്ഥലത്ത് കേന്ദ്രമന്ത്രിയെ തടയുന്നു, ഒരു സ്ഥലത്ത് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത് മൊത്തം പൊക്കോണ്ടിരിക്കുന്നത്. ഈ സുജിത് ദാസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ ചെവു നരപ്പുള്ള ഒരുത്തനൊന്നും അല്ല എന്ന് അയാളെക്കുറിച്ചുള്ള വാർത്തകളിൽ നിന്ന് കൃത്യമായിട്ട് വ്യക്തമായതാണ്. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മരംമുറി മുതലാളി ഞാൻ എന്നാ ഒന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബെന്നി എന്ന് പറയുന്ന അതിൻ്റെ താഴെയുള്ള മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച ആ DYSPക്കെതിരെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട വാർത്തകളൊക്കെ കെട്ടിച്ചമച്ച് കൊടുക്കണമെങ്കിൽ ചില്ലറ ക്രിമിനൽ ബുദ്ധിയൊന്നുമല്ല യവന്മാരുടെ തലയിലുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് കേരളം വച്ച് പൊറുപ്പിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ അടപടലം പൂട്ടു എന്നുള്ളതല്ല, അവിടെ ഇരിക്കുന്ന അവതാരക പുലികളും മാധ്യമ സിംഗങ്ങളും എന്തിനു പറയുന്നു റിപ്പോർട്ടർമാരടക്കം അഴി എന്നുള്ളൊരു സാഹചര്യം വരും. കാരണം കേരള പോലീസിനെ തൊട്ട് കളിക്കരുത്, നിന്റെയൊക്കെ പിന്നിൽ ആരാണെങ്കിലും വ്യാജമായിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരരുത് എന്നുള്ളതാണ്.